ആറ്റുകാലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊങ്കാല നിവേദ്യം കഴിഞ്ഞു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ പൊങ്കാല നിവേദ്യത്തിന് ശേഷം ഭക്തജനങ്ങൾ പതിയെ പിരിഞ്ഞു തുടങ്ങുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതേസമയം അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു എന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളും ഇപ്പോൾ തുടരുകയാണ്. ഭദ്രാചന്ദ്രൻ എനിക്ക് തോന്നുന്നു തമ്പാനൂരിൽ നിന്നാണ് ചേരുന്നതെന്ന് തോന്നുന്നു. ഭദ്ര, എവിടെയാണ് ഇപ്പോൾ ഭദ്ര ഉള്ളത്? അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ എപ്പോഴേ തുടങ്ങിയോ? അതെ ഫിറോസ്, അത് തന്നെയാണ്. ഇപ്പൊ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഞാനിപ്പോ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ്. നേരത്തെ ഭയങ്കര തിരക്കായിരുന്നു. അതായത് നിവേദ്യം കഴിഞ്ഞ് ട്രെയിനിലേക്ക് ഓടാനുള്ള തിരക്കായിരുന്നു ജനങ്ങൾക്ക്. ആ ഒരു തിരക്ക് നമ്മൾ കാണിക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ അത് കാണിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇപ്പോൾ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ഫിറോസ് പറഞ്ഞ മാതിരി എടുത്തു പറയേണ്ടത്, ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. നിവേദ്യം കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തുടങ്ങി. നമുക്കറിയാം, തിരുവനന്തപുരം എന്ന് പറയുന്നത് തന്നെ ക്ലീൻ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരല്പസമയം പോലും കാത്തു നിൽക്കാൻ ഇവിടുത്തെ ശുചീകരണ തൊഴിലാളികൾ തയ്യാറല്ല എന്നുള്ളതാണ്. നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചേച്ചി, നമ്മളിപ്പോ പൊങ്കാല കഴിഞ്ഞ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ചേച്ചി തയ്യാറല്ല പറയാൻ വേണ്ടി. അപ്പൊ എന്തായാലും സെറ്റുമുണ്ടൊക്കെ എടുത്തിട്ടൊക്കെയാണ് ചേച്ചിമാർ ഇവിടെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇവരും പൊങ്കാലയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ആളുകളൊക്കെ പിരിഞ്ഞു തുടങ്ങി. മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും ജില്ലകളിലേക്കും ഒക്കെ ആളുകൾ പോയി തുടങ്ങി. ഇനി നമുക്ക് ഫിറോസ് അറിയേണ്ടത് ഈ ഇരിക്കുന്ന കട്ടകളെ കുറിച്ചാണ്. ഏറെ വിവാദമുണ്ടായ കട്ടകളാണ് ഈ ഇരിക്കുന്നത്. ഇത് കോർപ്പറേഷൻ പറയുന്നത് ലൈഫ് മിഷൻ പദ്ധതിക്കും അതുപോലെ മറ്റ് സർക്കാരിന്റെ ഭവന പദ്ധതികൾക്കും വേണ്ടി ഉപയോഗിക്കാനുള്ള കട്ടകളാണ് എന്നാണ്. ഒരു കട്ട പോലും ഇതിൽ നിന്ന് ആരും എടുക്കരുത് എന്നായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഏറെ വിവാദങ്ങൾക്കും ചില രീതിയിൽ ട്രോളുകൾക്കും ഒക്കെ കാരണമായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി ഈ കട്ടകളൊക്കെ എത്രയും പെട്ടെന്ന് കോർപ്പറേഷൻ അധികൃതർ മാറ്റും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏറ്റവും എടുത്തു പറയേണ്ടി വരുന്നത് ഈ വളരെ ദ്രുതഗതിയിലുള്ള ഈ ശുചീകരണ പ്രവർത്തനങ്ങളാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ അത് പല ഘട്ടങ്ങളിൽ പല വർഷങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതുമാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇത് മുഴുവൻ വൃത്തിയാക്കിയെടുക്കുന്ന തരത്തിൽ ഉള്ള സംവിധാനമാണ് കോർപ്പറേഷൻ്റേത്. ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ തൊഴിലാളികൾ ഒക്കെ എത്രത്തോളം അവർ സത്യത്തിൽ അവരുടെ സേവനം എത്രത്തോളം സ്തുത്യർഹമാണ് എന്ന് പറയാം? ഫിറോസ്, ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് നഗരസഭയുടെ വണ്ടിയാണ്. നിങ്ങൾ ഇത് വിഷ്വൽ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ ആ ക്ലീൻ ചെയ്യുന്ന സാധനം അപ്പപ്പോൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അത് മറ്റെവിടെയും കൂട്ടിയിട്ട് കത്തിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളൊന്നുമല്ല. ഇവിടെ നിന്ന് മാലിന്യം കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് ഫിറോസ് പറഞ്ഞ മാതിരി ദ്രുതഗതിയിലുള്ള ഒരു സംവിധാനം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ക്ലീൻ സിറ്റി ആക്കാനുള്ള തത്രപ്പാടിൽ തന്നെയാണ് ശുചീകരണ തൊഴിലാളികൾ. ഇതിന് ഇപ്പോൾ ഇതാ ചുക്കാൻ പിടിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ചുക്കാൻ പിടിക്കുന്നുണ്ട് ഈ ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക്. മാത്രമല്ല, ഇവിടെ വന്ന് പൊങ്കാല ഇട്ട് പോയ ആളുകൾ പോലും ചിലർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന സാഹചര്യവും കാണുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഫിറോസ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ക്ലീനിങ് നടപടികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. പൊങ്കാല മുഴുവനായും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചില ക്ഷേത്രത്തിൽ ഇനിയും ചടങ്ങുകൾ ബാക്കിയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങളുമായി ശുചീകരണ തൊഴിലാളികളെല്ലാം ഒന്നടങ്കം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അവർ അപ്പം മാലിന്യങ്ങൾ ക്ലീനാക്കി ആ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ കൂടി കാത്തിരുന്നാൽ ഇത്തരം ഒരു പൊങ്കാല നടന്ന ഒരു അല്ലെങ്കിൽ ജനസാഗരം ഒഴുകിയെത്തിയ ഒരു നഗരമാണോ എന്ന് പോലും അതിശയിക്കേണ്ടിയിരിക്കും. കാരണം അത്തരത്തിലുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ശുചീകരണ പ്രവർത്തനം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു ഫിറോസ്. നിങ്ങൾക്ക് ചിലപ്പോൾ വിഷ്വലിൽ കാണാൻ സാധിക്കും, ആ ഒരു ചാരം പോലും അവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ് ഇപ്പോൾ ശുചീകരണ തൊഴിലാളികൾ ഫിറോസ്.
ഭദ്ര, ഏതാണ്ട് ഈ ഇപ്പൊ കാര്യങ്ങൾ അവസാനിച്ച് ജനങ്ങൾ തിരിച്ചു പോവുകയാണ് വിവിധ സ്ഥലങ്ങളിലേക്ക്. അപ്പോൾ ഇവർക്ക് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിൽ KSE അടക്കം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം സജ്ജമാണ് എന്ന് കരുതാമോ നമുക്ക്? തീർച്ചയായും ഫിറോസ്, അത് ഭക്തജനങ്ങൾ ഓരോരുത്തരായി ഇതാ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കും മറ്റുമായി പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.